ആസ് എ മദർ വളരെ പ്രസ്റ്റീജിയസ് ആൻഡ് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്കാണ് ഈ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. LKG തൊട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ, അതായത് 4ാം ക്ലാസ് വരെ എൻ്റെ നന്ദു പഠിച്ച സ്കൂളാണിത്. അന്ന് നന്ദു ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതിയിരുന്നു, LSS സ്കോളർഷിപ്പ്, അതായത് ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ്. അന്ന് എഴുതിയപ്പോഴത്തേക്ക് നന്ദുവിന് ഇത് കിട്ടും എന്നുള്ളത് നമ്മളെക്കാൾ ഉറപ്പായിരുന്നു നന്ദുവിനെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് റീവാലുവേഷന് കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ടീച്ചേഴ്സിന് നിർബന്ധം കാരണം ഞങ്ങൾ വീണ്ടും റീവാലുവേഷന് കൊടുത്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും അപ്പോൺ ഗോഡ്സ് ഗ്രേസ് നന്ദുവിന് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിൽ നന്ദുവിന് ഒരു മെമെൻറ്റോ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ ആ മെമെൻറ്റോ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നന്ദു വീണ്ടും പഴയ സ്കൂളിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. നന്ദുവിനെ പോലെ തന്നെ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക് ഈ സ്കൂളിലുമായിട്ട്. നന്ദിത പ്രതീഷിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഉപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുകയാണ്. കലാശാസ്ത്രമേളയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്കും നന്ദുവിനും ഈ സ്കൂളുമായിട്ട്. പാറു ഇവിടെയല്ല പഠിച്ചത്, അതുകൊണ്ടാണ് നന്ദുവിനെ എടുത്ത് പറയുന്നത്. കാരണം നന്ദു LKG തൊട്ട് 4ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്. അതിനുശേഷം 5ാം ക്ലാസ് ആയത്തേക്ക് വേറെ സ്കൂളിലേക്ക് മാറേണ്ടി വന്നു. ഇന്ന് ഈ സ്കൂളിൻ്റെ, അതായത് VJBS സ്കൂളിൻ്റെ 119ാമത്തെ ആനുവൽ ഡേ ആണ് കഴിഞ്ഞത്. 119 വർഷമായി, അതായത് 1907 തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ അമ്മയും അമ്മാമ്മയും വല്യമ്മയും ഒക്കെ പഠിച്ച സ്കൂളാണ്. നന്ദുവിൻ്റെ മേലിൽ അവരുടെ ടീച്ചേഴ്സിനുണ്ടായ വിശ്വാസവും ഉറപ്പുമാണ് ഇന്ന് നന്ദുവിനെ സമ്മാനം മേടിക്കാനുണ്ടായ കാരണം. അപ്പോൾ അതുപോലെയായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ മനസ്സിലുള്ള സ്നേഹം. നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. നന്ദു ഇവിടെ പഠിച്ചിരുന്നത് വരെ ഓരോ ആനുവൽ ഡേക്ക് ഞാനും ഇവിടുത്തെ ഭാഗമായിരുന്നു. കുട്ടികളെ ഒരുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.